ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഞാൻ ഹാബിൽ എപ്പിസോഡ് നമ്പർ 23. അപ്പോൾ 23ാമത്തെ എപ്പിസോഡ് തുടങ്ങുന്നതിന് മുന്നേ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ചാനലിൽ ഈ കോഡ്സ് ആൻഡ് റൈറ്റിങ്സിൻ്റെ വീഡിയോസ് മാത്രമാണ് ലോങ് വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. പിന്നെ എനിക്ക് ഇൻസ്റ്റയിൽ ഇൻസ്റ്റയിൽ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ഇടുന്ന സമയത്ത് കുറേ പേര് ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു. ആങ്കറിങ് ഫീൽഡിലേക്ക് എങ്ങനെ എത്തി, എങ്ങനെയാണ് ആങ്കർ ആയത്, എന്തായിരുന്നു ഇതിൻ്റെ ഒരു ജേണി, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് യൂട്യൂബിൽ വീഡിയോ ചെയ്യണം എന്ന് എല്ലാ Q&A ഇടുന്ന സമയത്തും ചോദിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അപ്പം ഞാനത് വീഡിയോ ചെയ്യാമെന്ന് ഇങ്ങനെ പറയുമായിരുന്നു. പക്ഷെ ഞാൻ മറന്നുപോയി സത്യം പറഞ്ഞാൽ. അപ്പോൾ പിന്നെ പെട്ടെന്നാണ് എനിക്കിപ്പോൾ ഇത് ഓർമ്മ വന്നത്, അങ്ങനത്തെ ഒരു വീഡിയോ ഉണ്ടല്ലോ. അപ്പം ഞാനിങ്ങനെ വിചാരിക്കുക, അതായത് നമ്മൾ കോഡ്സ് ആൻഡ് റൈറ്റിങ്സിൻ്റെ പുറമെ നമുക്ക് വേറെയും പലതരത്തിലുള്ള വീഡിയോസ് ചെയ്തൂടെ, അല്ലേ? ഇപ്പോൾ കോഡ്സ് ആൻഡ് റൈറ്റിങ്സ് എന്നുള്ളത് നമ്മുടെ ഒരു സീരീസ് പോലെ കണ്ടിന്യൂ ചെയ്ത് പോകണം. അപ്പോൾ അതല്ലാണ്ട് തന്നെ ഇപ്പം എന്താ പറയുക, ഇപ്പോൾ ഇൻസ്റ്റയിൽ കുറേ ആളുകൾ ചോദിക്കുന്ന പല പല ചോദ്യങ്ങളുണ്ട്. അപ്പോൾ അതിനൊക്കെ സത്യം പറഞ്ഞാൽ കുറേ ലോങ് വീഡിയോ നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തീരുമ്പോൾ തന്നെ അതൊരു 10-15 മിനിറ്റോളം വരും. അപ്പോൾ അങ്ങനത്തെ വീഡിയോസ് ചെയ്താലോ എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. സോ അങ്ങനത്തെ വീഡിയോസ് ചെയ്യുന്ന സമയത്തും ഇപ്പോൾ നിങ്ങൾ തരുന്ന ഇതേ സപ്പോർട്ട് അപ്പോഴും തരണം. അതാണ് ഞാൻ പറഞ്ഞു വന്നത് ആക്ച്വലി. അപ്പോൾ നമ്മൾ അങ്ങനത്തെ വീഡിയോസ് ഇൻക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതായത് ഇപ്പോൾ ആങ്കറിങ്ങിൻ്റെ കാര്യങ്ങളായിക്കോട്ടെ, ഇപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത്, എനിക്ക് എന്തൊക്കെ പരിപാടികൾ ഉണ്ടെന്നൊക്കെ കുറേ ആളുകൾ ചോദിക്കുന്നുണ്ട്. ശരിക്കും എന്താണ് ജോബ്, അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് ആണോ ചെയ്യുന്നത്, ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇതിനൊക്കെ കൂടെ ഞാൻ എന്താ പറയുക, എന്താണ് എൻ്റെ പരിപാടി, ഞാൻ എന്താ ചെയ്യുന്നത്, ഞാൻ എങ്ങനെ ഒരു ആങ്കറായി, അതുപോലെ തന്നെ ഞാൻ പോയ റിയാലിറ്റി ഷോൻ്റെ കാര്യങ്ങൾ എങ്ങനെയായിരുന്നു, ഫിലിം അവാർഡ്സിൻ്റെ കാര്യങ്ങൾ എങ്ങനെ, ഇതൊക്കെ കുറേ ആൾക്ക്. അപ്പോൾ ഞാൻ പറയും ഞാൻ ലോങ് വീഡിയോ ചെയ്യാം, പക്ഷെ ഞാൻ മറന്നു. ഞാൻ പറയും എനിക്ക് അങ്ങനത്തെ സ്വഭാവമുണ്ട്, ഞാൻ ചിലതൊക്കെ മറന്നു. അപ്പം മറന്നു പോകുന്നത് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരും. അപ്പോൾ എനിക്ക് ഓർമ്മ വന്നുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞത്. ഇതിൻ്റെ വീഡിയോയിൽ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞുകൊണ്ട് ഞാൻ ഇനി ഈ വീഡിയോ കാണുമ്പോൾ എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല അങ്ങനത്തെ വീഡിയോസ് ബാക്കിയുണ്ടെന്ന്. അപ്പോൾ നമുക്ക് ഇനി അതൊക്കെ ചെയ്യാനുണ്ടാവും. അപ്പോൾ ആ വീഡിയോസും വരും, സപ്പോർട്ട് ചെയ്യുക. ഇത് നമ്മൾ നിർത്തൂല, ഈ കോഡ്സ് ആൻഡ് റൈറ്റിങ്സ് കണ്ടിന്യൂ ചെയ്തു പോകും. ഇതിൻ്റെ കൂടെ മറ്റേതും കൂടി ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ നമുക്ക് അധികം ലേറ്റ് ആക്കാൻ നമ്മളെ പരിപാടിയിലേക്ക് തുടങ്ങാം. യെസ്, എപ്പിസോഡ് നമ്പർ 23. കഴിഞ്ഞ 22 എപ്പിസോഡുകളിൽ നിന്ന് എന്തെങ്കിലും ഡിഫറൻ്റ് ആയിട്ട് ഈ ഒരു എപ്പിസോഡിൽ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഉണ്ടാവട്ടെ. അപ്പം ഫസ്റ്റത്തെ കോട്ട് ആരാണ്, എന്തൊക്കെയാണ് നോക്കാം. .asma x എന്ന് പറയുന്നൊരു പേജ് പോസ്റ്റ് ചെയ്തതാണ്. ഒരു ഫോട്ടോ ആണ് ആക്ച്വലി. മരണം വരെ ഉത്തരം കിട്ടാത്ത ഒരേ ഒരു ചോദ്യം, ആരെ വിശ്വസിക്കണം? എന്തൊരു ചോദ്യാടോ അല്ലേ? മരണം വരെ അതിനൊരു ഉത്തരം ഉണ്ടാവുമോന്ന് എനിക്കും അറിയില്ല കേട്ടോ. അതിനൊരു ഉത്തരം ഉണ്ടോ അല്ലേ? അത് ശരിയല്ലേ? അങ്ങനത്തെ ഒരു ചോദ്യം ഒരാൾ നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ ആരെ വിശ്വസിക്കണം, ആരെ വിശ്വസിക്കുക? അവിടെ ഒരു പോയിന്റിലൊക്കെ എത്തുന്ന സമയത്താണ് നമ്മൾ ഇങ്ങനത്തെ റിയാലിറ്റികളൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങുക. ഞാൻ പറയട്ടെ, നമ്മളിപ്പം എൻ്റെയൊക്കെ ഒരു കേസിൽ പഠിക്കുന്ന സമയത്ത് കോളേജൊന്നല്ല, പക്ഷെ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അതായത് നമുക്ക് കുറച്ചൊക്കെ വിവരം വെച്ച് തുടങ്ങുന്ന സമയത്തും നമ്മളെല്ലാവരും വിശ്വസിക്കുകയൊക്കെ ചെയ്യൂലേ. പക്ഷെ അന്ന് നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല. പിന്നീട് റിയാലിറ്റികൾ നമ്മളെ ലൈഫിലേക്ക് വന്ന് തട്ടാൻ തുടങ്ങുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുക, ഒരാളെയും വിശ്വസിക്കരുത്, നമുക്ക് ചുറ്റുള്ള ആളുകളെല്ലാവരെയും വിശ്വസിക്കാം, ഒരാളെയും വിശ്വസിക്കരുത് എന്നത് എനിക്ക് തോന്നുന്നത് മേ ബി അത് ഇൻകറക്റ്റ് ആകാം. എല്ലാവരെയും വിശ്വസിക്കരുത്, ചില ആളുകൾ നമ്മൾ വിശ്വസിക്കാം. പക്ഷെ ആരെ വിശ്വസിക്കും എന്ന്, അല്ലെങ്കിൽ ആരെ വിശ്വസിക്കണം എന്ന ഒരാൾ നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ഉത്തരം പറയുക? ആരാ വിശ്വസിക്കുക? അത് നമുക്ക് പെട്ടെന്ന് അങ്ങനെ ഒരാൾ നമ്മളോടൊന്ന് ചോദിച്ചാൽ പറയാൻ കഴിയുമോ? അതായത് ഇപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളോടൊക്കെ ചോദിക്കട്ടെ, നിങ്ങൾ ആരെ വിശ്വസിക്കും? ഇതിനുള്ള ആൻസർ നിങ്ങൾ കോമൻറ്റ് ചെയ്യും. ഞാൻ ചോദിക്കുന്നു നിങ്ങളോട്, എല്ലാവരും പേരും എനിക്കറിയില്ലല്ലോ, അപ്പോൾ ഞാൻ ചോദിക്കും നിങ്ങളോട് എല്ലാവരോടും, നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എത്ര പേരെ വിശ്വസിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് ആരെയാണ്, അല്ലെങ്കിൽ ആരൊക്കെയാണ്? നിങ്ങൾ കോമൻറ്റ് ചെയ്യും, നമുക്ക് നോക്കാം. അതിനൊക്കെ എല്ലാവരുടെ കയ്യിൽ ഉത്തരം ഉണ്ടോ? പെട്ടെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് എൻ്റെ കയ്യിലൊരു ഉത്തരം വരുന്നില്ല. അടുത്തത് ബുക്സ് ആൻഡ് റീഡ്സ് എന്ന് പറയുന്നൊരു പേജ് പോസ്റ്റ് ചെയ്താ. പൊറുക്കാൻ കഴിഞ്ഞേക്കാം, പക്ഷേ ചിലതൊന്നും മറക്കാൻ കഴിയണമെന്നില്ല. ശരിയാടാ, എല്ലാം നമുക്ക് മറക്കാൻ കഴിയില്ല. ഇത് ഞാൻ തന്നെ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ മറക്കുക എന്ന് പറയുന്നത് കൈൻഡ് ഓഫ് കവറപ്പാണ്. നമ്മളോട് തന്നെ പറയുന്ന ചില സമയത്തൊരു കള്ളമാണ് നമ്മളത് മറന്നിട്ടുണ്ടെന്ന്.
മറക്കാനും നമുക്ക് കഴിയൂല. ഇങ്ങനെ നമ്മൾ മറക്കുക. നമ്മൾ വീണ്ടും ഓർത്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മളെ ലൈഫിൽ സംഭവിക്കുന്നത്. മേ ബി നമ്മൾ എന്താ പറയാ ചിലതൊക്കെ നമ്മൾ മറന്നതുപോലെ അഭിനയിക്കും. ഞാൻ വേറെ കാര്യം പറയട്ടെ, നമ്മുടെ ലൈഫിൽ അത്രയും വലിയൊരു വേദന അല്ലെങ്കിൽ അത്രയും വലിയൊരു തകർച്ച നമുക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലൈഫ് ലോങ് അത് മറക്കാൻ കഴിയില്ല. ആര് എന്ത് ഫിലോസഫി എന്ന് പറഞ്ഞാലും നമുക്ക് മറക്കാൻ കഴിയില്ല. നമ്മൾ മറന്നെന്ന് പറയും, നമ്മൾ മറന്നതായി അഭിനയിക്കും, പക്ഷെ നമ്മളെ ഓർമ്മകളിൽ എവിടെയോ അത് അങ്ങനെ ബാക്കി നിൽക്കും. നമ്മൾ എത്രയൊക്കെ മറന്ന് എന്ന് അഭിനയിച്ചാലും, എത്ര അടിപൊളി നമ്മൾ മുന്നോട്ട് ജീവിച്ചാലും, ഓർമ്മ എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ മാഞ്ഞു പോകാതെ അത് അങ്ങനെ കിടക്കുന്നുണ്ടാകും. പക്ഷെ വേറൊന്നുണ്ട്, ഈ മറക്കാൻ കഴിയുന്നത് ഒരു അനുഗ്രഹം കൂടിയാണ്. ചില കാര്യങ്ങൾ നമ്മൾ മറന്നു പോകും, ചിലതൊക്കെ. പക്ഷെ നമ്മൾ അത്രയും വേദനിപ്പിച്ച കാര്യങ്ങളും നമ്മൾ അത്രയും തകർത്ത കാര്യങ്ങളും നമുക്ക് മറക്കാൻ കഴിയില്ല. അതിൻ്റെ ഒരു ഒരു പോയിന്റ് ലെവലെങ്കിലും നമ്മളെ മനസ്സിൽ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും. ശരിയല്ലേ? നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെല്ലാ കാര്യങ്ങളും മറന്നിട്ടുണ്ടോ? ഐ മീൻ, നിങ്ങളെ വേദനിപ്പിച്ച കാര്യങ്ങൾ, നിങ്ങളെ തകർത്ത കാര്യങ്ങൾ ശരിക്കും നിങ്ങൾ മറന്നിട്ടുണ്ടോ? ചോദിച്ചു നോക്കി, നിങ്ങളോട് തന്നെ ചോദിക്കുക. അടുത്തത് ലൂസി ക്രിയേഷൻസ് എന്ന് പറയുന്നൊരു പേജ് പോസ്റ്റ് ചെയ്താൽ ചിലതൊക്കെ പോയി ഒരു ഫോട്ടോ ആയിരുന്നു, അത് പോയി ആദ്യം. ഓക്കെ, ചിലതൊക്കെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ വില മനസ്സിലാകും. നഷ്ടപ്പെടുമ്പോൾ മാത്രം തിരിച്ചറിയുന്നൊരു കാര്യമാണ് വാല്യൂ. ലൈക്ക് ഞാൻ തന്നെ പണ്ട് ഒരു വീഡിയോയിൽ പറഞ്ഞതല്ല, ഒരു വീഡിയോയിൽ കൊടുത്ത ക്യാപ്ഷൻ അതായിരുന്നു, നഷ്ടപ്പെടുമ്പോൾ മാത്രം തിരിച്ചറിയുന്ന ഒന്നുണ്ട്, മൂല്യം, വാല്യൂ. ശരിയല്ലടാ, നമ്മളെ കയ്യിൽ ഉണ്ടാവുന്ന സമയത്ത് അതിപ്പോൾ എന്ത് കാര്യം ആയിക്കോട്ടെ, അതിപ്പം ഒരാളായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഒരു ഒബ്ജക്റ്റ് ആയിക്കോട്ടെ, നമ്മളെ കയ്യിലുണ്ടാവുമ്പോൾ ചിലപ്പം നമ്മൾ അത്ര അങ്ങോട്ട് വാല്യൂ ചെയ്യില്ല. കാരണം എന്താ പറയുക, അത് നമ്മളെ കയ്യിലുണ്ട് എന്നൊരു വിശ്വാസം, കോൺഫിഡൻസ് നമുക്കുണ്ട്. പക്ഷെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളിന്ന് പോയി, നമ്മളതിന്മേൽ ഇല്ല എന്നുള്ളൊരു തോട്ട് നമ്മളെ ഭയങ്കരമായിട്ട് ഹിറ്റ് ചെയ്യും. ആ ഒരു സമയത്താണ് നമുക്ക് മനസ്സിലാവുക അത് അത്രയും അടിപൊളിയായിരുന്നു. നമ്മൾ സത്യം പറഞ്ഞാൽ അതിൻ്റെ വില ആ ഒരു സമയത്ത് തിരിച്ചറിഞ്ഞില്ലല്ലോ എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ചിലത് മനുഷ്യരുടെ രൂപത്തിലും, ചിലത് പല പല ഒബ്ജക്ട്സ് ആയിട്ടും. അടുത്തത് ഹീലിംഗ് ഗൈഡ് എന്ന് പറയുന്നൊരു പേജ് പോസ്റ്റ് ചെയ്ത, ഹോണസ്റ്റ്ലി മൈ മെയിൻ പ്രയോറിറ്റി, ഞാൻ പെയിൻ പ്രയോറിറ്റി എന്ന് വായിച്ചല്ലേ, സോറി. ഓക്കെ, honestly, my main priority right now is getting my life on track and becoming a better me. I couldn't care less who stays or who goes. This chapter of my life is for me. Yes. അടിപൊളി റൈറ്റിംഗ്. ശരിയല്ലേ? അതായത് സത്യം പറഞ്ഞാൽ നമ്മളെല്ലാവരുടെയും മെയിൻ പ്രയോറിറ്റി എന്ന് പറയുന്നത് നമ്മളെ ലൈഫ് ഒരു പ്രോപ്പർ ട്രാക്കിലൊക്കെ ആക്കിയിട്ട് നമ്മളെ തന്നെ നമ്മൾ ലൈക്ക് ബെറ്റർ ആക്കി കൊണ്ടുവരിക, സെൽഫ് ഡെവലപ്മെൻറ്റ്, നമ്മൾ ആഗ്രഹിക്കുന്ന ഡ്രീംസ് ഒക്കെ അച്ചീവ് ചെയ്യുക, ഒരുപാട് കാര്യങ്ങൾ നേടുക, പല പല ആഗ്രഹങ്ങളും അച്ചീവ് ചെയ്യുക. അതുപോലെ തന്നെ ലൈഫ് എന്ന് പറയുന്നത് ബിൽഡ് ചെയ്ത് കൊണ്ടുവരിക, സ്വപ്നങ്ങൾ ബിൽഡ് ചെയ്യുക, അതുപോലെ തന്നെ എന്താ പറയുക, ഹാപ്പി ആയിട്ട് ജീവിക്കുക. ഇതാവണം നമ്മൾ. അല്ലാണ്ട് എന്താ പറയുക, ലൈഫിൽ വന്നു പോകുന്ന ആളുകളെ കുറിച്ച് സങ്കടപ്പെടാനും വേദനപ്പെടാനും ലൈഫ് നഷ്ടപ്പെടുത്താനും നിന്ന് കഴിഞ്ഞാൽ വേസ്റ്റ് ചെയ്യാണ് നമ്മളെ ലൈഫ്. ഇതൊക്കെ പലതരത്തിൽ ആളുകൾ കോട്ടായിട്ട് എഴുതുന്നുണ്ട്, പല ബ്യൂട്ടിഫുൾ കോട്ട്സ് ആയിട്ടും റൈറ്റിങ്സ് ആയിട്ടും. പക്ഷെ ഇത് കൂടുതലും ആളുകൾ റിലേഷൻഷിപ്പിനായിട്ട് മാത്രം കണക്ട് ചെയ്യും. അങ്ങനെ മാത്രം കണക്ട് ചെയ്തടാ. നമ്മളതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജനറലായിട്ട് എടുക്കുന്ന സമയത്തും അതിലൊരുപാട് മീനിങ്സ് ഉണ്ട്. അല്ലാണ്ട് ഒരു ലവേഴ്സിൻ്റെ ഇടയിൽ മാത്രമോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക രണ്ടു പേർക്കിടയിൽ മാത്രമോ വരുന്നൊരു കാര്യമല്ല അത്. അപ്പം നമ്മളെല്ലാവരുടെ പേഴ്സണൽ ലൈഫ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മളൊക്കെ ജീവിതത്തിൽ പല ആളുകളും വന്നു പോകുന്നുണ്ട്. ഈ വന്നു പോകുന്ന ആളുകളെ എന്താ പറയുക, അവരുടെ കാര്യങ്ങൾ വെച്ചിട്ടും അതുപോലെ തന്നെ വന്നു പോയ ആളുകൾ തന്ന ഓർമ്മകൾ വെച്ചിട്ട് നമ്മളെ ബാക്കി ജീവിതങ്ങൾ നമ്മൾ വേസ്റ്റ് ചെയ്യുക, അങ്ങനത്തെ പരിപാടികൾക്കൊന്നും ദയവ് ചെയ്താരും നിൽക്കരുത്. കാരണം എല്ലാവർക്കും ഒരു ലൈഫേ ഉള്ളൂ. സോ നമ്മളെ ബിൽഡ് ചെയ്യുക, നമ്മുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കുക, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് മാക്സിമം ഹാപ്പിയായി ജീവിക്കാൻ നോക്കുക. അപ്പം അങ്ങനെ ജീവിക്കുമ്പോൾ നമുക്കൊരു സമാധാനം ഉണ്ടാവും. അൾട്ടിമേറ്റ് ആയിട്ട് എല്ലാവർക്കും ആവശ്യം പീസ്, സമാധാനമായൊരു ജീവിതം. കിടന്നുറങ്ങുമ്പോഴെങ്കിലൂടെ കണ്ണടയ്ക്കുമ്പോൾ സുഖമായിട്ട് സമാധാനമായിട്ടൊന്ന് ഉറങ്ങാൻ പറ്റണം. അതിന് വേണ്ടിയിട്ടാണ് പല ആളുകളും പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം എല്ലാവരുടെയും മെയിൻ പ്രയോറിറ്റി എന്ന് പറയുന്നത് നമ്മൾ സ്വയം ബെറ്റർ ആയിക്കൊണ്ടിരിക്കുക, നമ്മളെ ലൈഫ് ഒരു പ്രോപ്പർ ട്രാക്കിലേക്ക് എത്തിക്കുക. അല്ലാണ്ട് ഈ വന്നു പോകുന്ന ആളുകളെക്കുറിച്ച് ഒക്കെ ശരിയാണ്, നമുക്ക് വന്നു പോകുന്ന ആളുകൾ ഒരിക്കലും
എന്താ പറയുക, നമുക്ക് വാല്യൂ ഇല്ലാത്ത ആളുകളൊന്നും ആവില്ല. പക്ഷെ അവരെ ആലോചിച്ചിട്ട് നമ്മൾ ലൈഫ് വേസ്റ്റ് ചെയ്യരുത്. അതുപോലെ തന്നെ ചില സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ സങ്കടപ്പെട്ടും വേദനിച്ചും കുറച്ച് കാലം ഒക്കെ അങ്ങനെ പോവും. അതൊക്കെ ശരിയാണ്. പക്ഷെ കാലാകാലം അതിൽ സ്റ്റക്കാക്കി പോരുത്. ചിലപ്പോൾ നമുക്ക് കുറച്ച് ദിവസം ഭയങ്കര വിഷമമുള്ള വേദനയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കും. പക്ഷെ ജീവിതകാലം മൊത്തം ആ ഒരു കാര്യത്തിൽ സ്റ്റക്കായി പോകരുത്. അത് നമുക്ക് നല്ലതല്ല. നിങ്ങൾ എന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നല്ലതാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല പേഴ്സണലി നല്ലതാണെന്ന്. അടുത്തത് സിറാജ് സ്റ്റോറീസ് എന്ന് പറയുന്ന ഒരു പേജ് പോസ്റ്റ് ചെയ്താ, ഇരുണ്ട രാത്രികൾക്ക് ശേഷമേ മനോഹരമായ ഒരു പുലരി ഉണ്ടാകൂ. നിങ്ങളുടെ പ്രയാസങ്ങളും ഒരു നാൾ വഴി മാറും. നല്ല കോട്ട്സ് ആണ്, നല്ല റൈറ്റിങ്സ് ആണ്. ലൈഫിൻ്റെ റിയാലിറ്റികളും അതുപോലെ തന്നെ നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത്, നമ്മളെ ജീവിതത്തിൻ്റെ അർത്ഥങ്ങളൊക്കെ കാണിച്ചു തരുന്ന നല്ല നല്ല ബ്യൂട്ടിഫുൾ കോട്ട്സും റൈറ്റിങ്സും ആണ് ആക്ച്വലി ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇതിൽ എഴുതിയൊരു വരി നോക്ക്, ഇരുണ്ട രാത്രികൾക്ക് ശേഷമേ മനോഹരമായ ഒരു പുലരി ഉണ്ടാകൂ. ഇത് ആക്ച്വലി നമ്മൾ കഴിഞ്ഞ ഏതോ വീഡിയോ എക്സാമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ട്. എടാ, രാത്രി കഴിഞ്ഞാൽ നമുക്കൊരു രാവിലെ എന്ന് പറയുന്ന ഒരു ടൈമുണ്ട് അല്ലേ? ഇരുട്ട് മൂടിക്കഴിഞ്ഞ ഏതൊരു ലോകവും പിന്നീട് ഒരു നാൾ വെളിച്ചത്തിലേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും വേദനകളും എല്ലാം. ഇതൊക്കെ ലൈഫിലേക്ക് വരും. പക്ഷെ ഇതിൻ്റെയൊക്കെ ശേഷം നമുക്കൊരു സമാധാനം വരും, ഒരു സന്തോഷം വരും. അത് വന്നിരിക്കും. അത് നമ്മൾ എന്താ പറയുക, പക്ഷെ അത് നമ്മൾ മറികടക്കണം. അതായത് ഈ സങ്കടങ്ങളാണെങ്കിലും പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിലും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇതൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇതൊക്കെ വന്ന് എന്ന് വിചാരിച്ചിട്ട് നമ്മളവിടെ സ്റ്റക്കായി പോരുത്. നമ്മൾ ഇതിനൊക്കെ മറികടക്കാൻ വേണ്ടി ട്രൈ ചെയ്യണം. നമ്മൾ പ്രശ്നങ്ങൾ ഫോക്കസ് ചെയ്യുന്നതിന് പകരം സൊല്യൂഷൻസിന് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതിൻ്റെ പുറകെ പോയിട്ട് സോൾവ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് നല്ല നല്ല റിസൾട്ടുകൾ വരും. നമ്മളെ ലൈഫിൽ പല പല പോസിറ്റീവ് ചേഞ്ചുകൾ വരാൻ തുടങ്ങും, സമാധാനം വരാൻ തുടങ്ങും, സന്തോഷം വരാൻ തുടങ്ങും, അങ്ങനെ കുറേ കാര്യങ്ങൾ വരാൻ തുടങ്ങും. അതായത് ലൈഫ് കംപ്ലീറ്റ് മാറി തുടങ്ങും. ഒന്നുമില്ലെങ്കിലും നമ്മൾ സ്വയം വിശ്വസിക്കണം. എന്ത് പ്രശ്നം വന്നാലും ആ ഒരു പ്രശ്നം മാറും. ആ ഒരു ബുദ്ധിമുട്ട്, ആ ഒരു പ്രയാസം അത് മാറും. ആ ഒരു വിശ്വാസം നമുക്കെങ്കിലും കൊടുക്കണടാ. എന്നാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അറ്റ്ലീസ്റ്റ് സമാധാനമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അടുത്തത് ഹാഷിം വൈറ്റ് മിറർ ആൻഡ് 3 others എന്ന് പറയുന്ന മൊത്തത്തിൽ 4 പേജ് കൊളാബ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്താണ്, വാട്ട് ക്യാൻ എ മാൻ ഡു ഫോർ ഹിസ് ഫാമിലി. സത്യമാണ്. ഇത് ഞാൻ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട്. ഈ ഒരു റൈറ്റിംഗ് വെച്ചിട്ട് പല പല വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. വാട്ട് ക്യാൻ എ മാൻ ഡു ഫോർ, ഒരു സ്വന്തം കുടുംബത്തിന് വേണ്ടി. പക്ഷേ ഇതിൽ മാൻ എന്ന് മാത്രം ഞാൻ പറയുന്നില്ല. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് മാൻ മാത്രമല്ല, വിമൻ ആണെന്നുണ്ടെങ്കിലും സ്വന്തം കുടുംബത്തിന് വേണ്ടി ഏതറ്റം വരെ എന്ത് റിസ്ക് എടുക്കും. എത്ര ആളുകളുണ്ട്. മാൻ മാത്രമല്ല. ഈ ഒരു റൈറ്റിംഗ് അടിപൊളിയാണ്. പക്ഷെ ഞാൻ ഒരിക്കലും മാൻ മാത്രം എന്ന് പറയുന്നില്ല. കാരണം ഞാൻ അറിയില്ല, ഇന്നത്തെ കാലത്തോടെ എല്ലാവരും ചെയ്യുന്നുണ്ട്. മാൻ ആയിക്കോട്ടെ, വിമൻ ആയിക്കോട്ടെ, ബോയ് ആയിക്കോട്ടെ, ഗേൾ ആയിക്കോട്ടെ, ചെറിയ പ്രായമുള്ളവരായി പോലും പ്രായമൊന്നും അങ്ങനൊന്നും ആരും നോക്കുന്ന പോലുമില്ല. എല്ലാവരും ഫാമിലി വരുമ്പോൾ, ഫാമിലി എന്നൊരു പ്രയോറിറ്റി വരുന്ന സമയത്ത് എല്ലാവരും എന്ത് റിസ്ക് എടുക്കാൻ തയ്യാറാവും. അത് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ നമുക്ക് വേറെ എന്തും. ആ ഒരു സമയത്ത് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ധൈര്യം വരും, മുന്നോട്ട് പോകാൻ കിട്ടുന്ന ഒരു കോൺഫിഡൻസ്. പക്ഷെ ഇതിൽ കറക്റ്റാണ്. ഒരു മാൻ അങ്ങേ അറ്റം വരെ എത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എത്രയോ റീൽ നമ്മൾ കാണുന്നുണ്ടല്ലോ ഇങ്ങനെയുള്ളത്. അതാണ് ഫാമിലി എന്നൊരു വേർഡ്, അതിൻ്റെ ഒരു ഡെപ്ത്. അടുത്തത് അഹമ്മദ് ആരിഫ് ഒഫീഷ്യൽ ആൻഡ് 3 others, മൊത്തത്തിൽ 4 പേജ് കൊളാബ് ചെയ്തിട്ട ഒരു പോസ്റ്റാണ്. ചില കൂട്ടുപിടുത്തങ്ങളുണ്ട്, രക്തബന്ധത്തിന്റെ അതിരുകൾക്കും അപ്പുറം ഒരു തണൽമരം പോലെ നമ്മുടെ വീഴ്ചകളിൽ താങ്ങായി നിൽക്കുന്ന ചില സഹോദരങ്ങൾ. കറക്റ്റാട്ടോ. രക്തബന്ധം ഇസ് ഓക്കെ, പക്ഷെ കർമ്മബന്ധം എന്ന് പറയുന്നൊരു കാര്യമുണ്ടല്ലോ. അല്ലെങ്കിൽ ഒരു പരിചയമില്ലാത്ത ചില ആളുകളാവും ലൈഫിൽ ചില സമയത്ത് ഏറ്റവും നല്ല താങ്ങായും തണലായും നമ്മളെ കൂടെ ഉണ്ടാവുക. അത് രക്തബന്ധത്തിലുള്ളവർക്കും അവർ മോശമായത് കൊണ്ടൊന്നല്ല. പക്ഷെ എല്ലാവരുടെ ലൈഫിലും വന്നു പോകുന്ന ചില ആളുകളിൽ താങ്ങായും തണലായും നമുക്ക് വേണ്ടി കൂടെ നിന്ന ചില ആളുകളുണ്ടാവും. എന്താ പറയുക, ഒരു ഉമ്മയുടെ വയറ്റിൽ പിറക്കാതെ പോയ സഹോദരങ്ങൾ,
നമ്മളിങ്ങനെ ഈ ബ്രദർ ഫ്രം അനദർ മദർ എന്നൊക്കെ നമ്മളിങ്ങനെ ഈ ക്യാപ്ഷനും മറ്റേ ഹാഷ്ടാഗ് ഒക്കെ കൊടുക്കലില്ലേ. സത്യം പറഞ്ഞാൽ അതിനൊക്കെ ഒരു റിയൽ മീനിങ് എന്ന രൂപത്തിൽ വരുന്ന ചില ആളുകളാണ് അവർ. നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മളെ ചേർത്ത് പിടിക്കുന്ന, നമുക്ക് വേണ്ടിയുള്ള പരിഹാരങ്ങൾ ചില സമയത്ത് പറഞ്ഞു തരുന്ന, അതായത് നമ്മൾ തകർന്നു പോയാലും നമ്മളെ തളർത്താൻ ഒരു സമ്മതിക്കൂല, നമ്മൾ തളർന്നു പോകരുത് എന്ന് നമ്മളെക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്ന ചില ആളുകൾ. പക്ഷെ ഇതിൻ്റെ ഒരു മെയിൻ കാര്യം എന്താ പറയുക, ഈ ആളുകളെ എല്ലാവർക്കും അവരുടെ ലൈഫിൽ കിട്ടൂല. ചില ആളുകൾക്ക് മാത്രമേ ഇങ്ങനെയുള്ള ആളുകളെ കാണാനും അവരുടെ ലൈഫിൽ എന്താ പറയുക കിട്ടുള്ളൂ. അപ്പം ഇങ്ങനെ കിട്ടുന്ന ആളുകളെ നമ്മൾ ഒരിക്കലും ലൈഫിൽ നിന്ന് ഒഴിവാക്കാൻ പാടില്ല. കാരണം അത് ഭയങ്കര റയറാണ്. എന്താ പറയുക, അവർ നമ്മളെ ബ്ലഡ് റിലേഷനിൽ വരുന്ന ആളുകളോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയോ റിലേറ്റീവ്സോ കസിൻസോ ആ ഒരു ബെൽറ്റിലേ വരുന്ന ആരും ആവില്ല. പക്ഷെ നമുക്ക് വേണ്ടി ഒരു നിൽക്കും പല സമയത്തും പല കാര്യങ്ങൾക്കും. ഒരു നമ്മുടെ സ്വന്തം ചോരയിലുള്ള ഒരാൾ നമുക്ക് വേണ്ടി ചെയ്തു തരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ, മേ ബി അതിൻ്റെ അപ്പുറത്തോട്ട് വരെ ചെയ്തു തരുന്ന ചില ആളുകളൊക്കെ ലൈഫിൽ വന്നിട്ടുണ്ടെങ്കിൽ അവരെ റീപ്ലേസ് ചെയ്യാനും നോക്കരുത്, അവരെ ഇഗ്നോർ ചെയ്യാനും നോക്കരുത്, അവരെ വെറുപ്പിക്കാനും നിൽക്കരുത്. റയറായി വരുന്ന കാര്യങ്ങളിൽ മൂല്യമുള്ളതുണ്ടെങ്കിൽ അത് ചേർത്ത് പിടിക്കണം. പറ്റുന്ന അത്രയും കാലം, കാലാകാലം നമുക്ക് കിട്ടുമെന്നില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ പറ്റുന്ന അത്രയും കാലം അവർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കും നല്ലതാണ്, അവർക്കും നല്ലതാണ്. കാരണം അങ്ങനെ ഒരു ഫീലട ഒരാളെയും നമുക്ക് തോന്നണം എന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലുമൊക്കെ ഒരു റീസൺ നമ്മളെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടാവണ്ടേ. അതായത് നമുക്ക് യാതൊരു ബന്ധവും ഇല്ലാത്ത, ഐ മീൻ ഈ ഫാമിലി റിലേഷൻ ഒന്നും ഇല്ലാത്ത ഒരാൾ നമുക്ക് തോന്നുകയാണ്, ഓഫ് നമുക്ക് വേണ്ടി അത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നില്ലേ, അല്ലെങ്കിൽ നമ്മൾ അത്രയും ടേക്ക് കെയർ ചെയ്യുന്നത്, നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങൾക്കും മുന്നിൽ നിന്ന്, അങ്ങനെ നമുക്ക് തോന്നണം എന്നുണ്ടെങ്കിൽ പല സാഹചര്യങ്ങളിലും പല കാര്യങ്ങളും അവർ നമുക്ക് വേണ്ടി ചെയ്തു തരുന്നത് കൊണ്ടല്ലേ. അപ്പം അങ്ങനെയുള്ള ആളുകൾ സത്യം പറഞ്ഞാൽ റയറല്ലേ, എല്ലാവരും ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ അവരെ നമ്മൾ ഒഴിവാക്കാൻ പാടുണ്ടോ, ഇഗ്നോർ ചെയ്യാൻ പാടുണ്ടോ? പാടില്ല. അടുത്തത് റൈറ്റിങ്സ് ബൈ ഫെബി എന്ന് പറയുന്നൊരു പേജ് പോസ്റ്റ് ചെയ്താ, ഏത് പാവപ്പെട്ടവനാണെങ്കിലും സമ്പന്നനാണെങ്കിലും വീട് ഒരു സ്വർഗമായിരിക്കണം. മനസ്സുലയിക്കുന്ന പ്രശ്നങ്ങളിലും ഒന്ന് വീട്ടിലെത്തിയിരുന്നെങ്കിൽ, ഒന്ന് എൻ്റെ റൂമിലെത്തിയിരുന്നെങ്കിൽ എന്ന് തോന്നും വിധം മനോഹരമായിരിക്കണം നമ്മുടെ വീടും അതിലുള്ള മനുഷ്യരും. അത് മനുഷ്യന് നൽകുന്ന സമാധാനം ചെറുതല്ല. ഭയങ്കര ശരിയാട്ടോ. നമ്മളെ വീട് എന്ന് പറയുന്നതാ, നമ്മളെ പ്രശ്നങ്ങളൊക്കെ ആ വീടിൻ്റെ പടിക്കൽ വരെ വരാൻ പാടുള്ളൂ. ആ വീടിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ നമ്മളൊക്കെ സമാധാനത്തിലായി പോകണം. ആ വീട് സ്വർഗമാവണം, ഭൂമിയിലെ സ്വർഗമായി മാറേണ്ട ഒരു ഇടമാണ് ഓരോ മനുഷ്യൻ്റെ വീടും. എന്ത് പ്രശ്നം, ഇപ്പം നമുക്കായിക്കോട്ടെ, നമ്മളെ പാരൻസിനായിക്കോട്ടെ, സിബ്ലിങ്സിനായിക്കോട്ടെ, ആർക്ക് എന്ത് പ്രശ്നം വന്നാലും ആ വീട്ടിലേക്ക് കയറുന്നത് വരെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ആ വീട്ടിലേക്ക് കയറേ ഉണ്ടാവരുത്. ആ വീടിൻ്റെ ഉള്ളിൽ അത് ഭയങ്കര ഹാപ്പി പ്ലേസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യണം. പ്രത്യേകിച്ച് നമ്മളെ വീട്ടിനുള്ളിൽ നമ്മളെ റൂം, നമുക്ക് ഏറ്റവും കൂടുതൽ കണക്ഷൻ ഉണ്ടാവുക നമ്മളെ വീട്ടിൽ നമ്മളെ റൂമായിട്ടാവും. കാരണം ആ റൂം ചിലപ്പം പുറലോകം കാണാത്ത പല രീതിയിലുള്ള നമ്മളെ പ്രയാസങ്ങൾ കണ്ടിട്ടുണ്ടാവും. എത്രയോ മനുഷ്യർ ആ റൂം അടച്ച് ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്, എത്രയോ രാത്രികൾ ഉറങ്ങാതിരുന്നിട്ടുണ്ട്. ആ റൂമിനും നമുക്ക് മാത്രം അറിയാവുന്ന ഒരുപാട് രഹസ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു പോയിട്ടുണ്ടാവും. ഒരുപാട് രാത്രികൾ പ്രയാസപ്പെട്ട, ബുദ്ധിമുട്ടിയ, സങ്കടപ്പെട്ട, വേദന അനുഭവിച്ച് എത്രയോ രാത്രികളിൽ പടച്ചവൻ്റെ മുന്നിൽ നമ്മൾ കരഞ്ഞിരുന്നതും ഒക്കെ നമ്മളെ റൂമിലാവും. ശരിയല്ലേ? ഇന്ന് വരെ ഉറ്റ സുഹൃത്തിനോട് പോലും പറയാത്ത പല കഥകളും ചിലപ്പോൾ നമ്മളെ റൂമിനോട് പറഞ്ഞിട്ടുണ്ടാവും. 4 ചുവരുകൾക്കുള്ളിലാണ് നമ്മൾ കിടക്കുന്നതെങ്കിലും ആ 4 ചുവരുകൾക്ക് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ പുറം ലോകം അറിയാത്ത പല കഥകളും അറിയാൻ മതിയാവും. ശരിയല്ലേ? ഹോം ഇസ് എ ഹാപ്പി പ്ലേസ്. ഹൗസ് എന്നത് ഹോം ആവുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സമാധാനം, സന്തോഷം, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വരുമ്പോഴാണ്. അതെങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അതായത് ആ വീട്ടിലുള്ള ആളുകളെല്ലാവരും ചേർന്നിട്ട് അതൊരു വീടാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അല്ലാതെ നമ്മളൊരു എന്താ പറയുക, വീടുണ്ടാക്കി വെച്ചിട്ട് കുറേ റൂമും ഒരു വലിയ ബംഗ്ലാവ് പോലത്തെ ഒരു വീടുണ്ടാക്കി വെച്ചാൽ അവിടെ സന്തോഷവും സമാധാനമൊന്നും ഉണ്ടാവണമെന്നില്ല. ആ വീട്ടിലുള്ള ആളുകളുടെ ഒരു കണക്ഷൻ, അവർ തമ്മിലുള്ള ആ ഒരു ബന്ധം, അവരതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു, അതിലാണ് ആ ഒരു വീട് സത്യം പറഞ്ഞാൽ ഒരു യഥാർത്ഥ വീടാവുന്നത്. നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന
ഭൂമിയിലെ സ്വർഗമാകുന്നത്. ശരിയല്ലേ? അത് ഞാൻ പറയട്ടെ, അങ്ങനെ ഒരു വീടാണ് നമ്മളത് എല്ലാവരും എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന സമാധാനത്തിൽ പറഞ്ഞ പോലെ ചെറുതൊന്നല്ലടാ. നമുക്ക് എന്ത് പ്രശ്നം വന്നാലും വീട്ടിലെത്തിക്കഴിഞ്ഞാൽ നമുക്കൊരാശ്വാസം കിട്ടും, ഒരു സമാധാനം ഉണ്ടാവും എന്ന് തോന്നുമ്പോൾ ഏതൊരു പ്രശ്നത്തിൻ്റെ ഒടുവിലും നമ്മൾ ആഗ്രഹിക്കും നമ്മളെ വീട്ടിലെത്തിയാൽ മതി എന്ന്. ആ എത്തുന്നത് വരെയുള്ള പ്രശ്നവും എത്തിക്കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു സമാധാനവും നമുക്ക് മനസ്സിലാക്കി തരും വീട്. അതൊരു സ്വർഗാടാ. ശരിയല്ലേ? യെസ് ഗൈസ്, അപ്പോൾ എപ്പിസോഡ് നമ്പർ 23 ലാസ്റ്റ് റൈറ്റിംഗ് എന്താ നമുക്ക് നോക്കാം. ലവ് ആണോ, ആക്ഷൻ അല്ല, ആക്ഷൻ അല്ല, ഇതെന്താ ഫിലിമിൻ്റെ ജോണറോ? ആക്ഷൻ അല്ല. ലവ് ആണോ, ലൈഫായിട്ട് എന്താ പറയുക, റിയാലിറ്റി കണക്ട് ചെയ്യുന്നതാണോ? പെൻസിൽ ബൈ 7 എന്ന് പറയുന്നൊരു പേജ് പോസ്റ്റ് ചെയ്താ. സ്വന്തം എന്ന് പറയാൻ ഒരു തെളിവും എൻ്റെ അടുത്തില്ല, എൻ്റേതെന്ന് വിളിച്ചു പറയാൻ അവകാശവും എനിക്കില്ല, പിന്നെ ആകെയുള്ളത് നീ തന്ന കുറച്ച് നല്ല ഓർമ്മകൾ മാത്രം. വിട്ടുപോയവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ശരിയല്ലേ? സ്വന്തം എന്ന് പറയാൻ എൻ്റെ ഒരു തെളിവുമില്ല, എൻ്റേതെന്ന് വിളിച്ചു പറയാൻ ഇന്ന് എനിക്കൊരു അവകാശവുമില്ല, പിന്നെ ആകെയുള്ളത് നീ തന്ന കുറച്ച് നല്ല ഓർമ്മകൾ മാത്രം. ഇതിലിപ്പോൾ ഞാൻ കൂടുതൽ ഒന്നും എനിക്ക് പറയാനില്ല എന്നാണ് തോന്നുന്നത്. കാരണം ഒരു ഒരു ബുക്ക് നിറയെ എഴുതാൻ പറ്റുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് 3 വരിയിൽ അവർ എഴുതി തീർത്തിട്ടുണ്ട്. സോ ഇത് ഞാൻ വെറുതെ വലിച്ചു നീട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ബോറാവുന്നില്ലാണ്ട് പ്രത്യേകിച്ചൊന്നുമില്ല. എന്തായാലും ആത്മാർത്ഥമായി സത്യസന്ധമായിട്ട് കൂടിച്ചേരാൻ ആഗ്രഹിക്കുന്നവരൊന്നും പിരിഞ്ഞു പോകാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എപ്പിസോഡ് നമ്പർ 23 വൈൻഡ് അപ്പ് ചെയ്യാം. സോ ഗൈസ്, ഞാൻ വിശ്വസിക്കുന്നു എപ്പിസോഡ് നമ്പർ 23 കോഡ്സും റൈറ്റിംഗ്സും നിങ്ങൾക്ക് എപ്പോഴത്തെയും പോലെ കണക്റ്റ് ആയിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഇഷ്ടപ്പെട്ട കോട്ട് ഏതാണ് അല്ലെങ്കിൽ റൈറ്റിംഗ് ഏതാണെന്ന് കോമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം. എഴുതാൻ താല്പര്യമുള്ളവർ, എഴുതാൻ കഴിവുള്ളവർ തീർച്ചയായും നമ്മുടെ കോമൻറ്റ് സെക്ഷനിൽ കോട്ട് എഴുതണം, റൈറ്റിംഗ് എഴുതണം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇൻഷാ അല്ലാഹ് ഈ ഒരു വീക്കിൽ നമ്മൾ എന്തായാലും കോമൻസ് വെച്ചിട്ട് വീഡിയോസ് ചെയ്തിരിക്കും. അപ്പോൾ നമുക്ക് കാണാം എത്ര ബ്യൂട്ടിഫുൾ കോമൻസ് വന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ കാണാത്ത കോമൻറ്റുകൾ വേറൊരാൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ലോങ് വീഡിയോ നമ്മൾ എന്തായാലും ചെയ്യും. സോ എന്താ ബാക്കി പറയാനുള്ളത്? അപ്പോൾ പ്രത്യേകിച്ച് ഇനി എപ്പിസോഡ് നമ്പർ 23 ഒന്നും പറയാനില്ല. ഇനി താങ്ക്സ് ഫോർ വാച്ചിങ്. സോ നമുക്ക് എപ്പിസോഡ് നമ്പർ 24 കാണാം. ബൈ.